നമ്മുടെ മക്കൾ ഞാൻ സ്വപ്നം കാണുന്ന പോലെ നമ്മൾ ഓരോരുത്തരും കിനാവ് കാണുന്ന ആ അർത്ഥത്തിലും ആഴത്തിലും വളരുവാൻ നാം എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം അത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, എന്നും മക്കൾക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാനുള്ള സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് ജീവിക്കാനും വളരുവാനും സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക. മൂന്നാമത്തെ കാര്യം, അവരിൽ ധാർമ്മികത പഠിപ്പിക്കുക, അവരെ നന്മയുള്ളവരാക്കി വളർത്തുക. ഇത് 3ഉമാണ് മാതാപിതാക്കളാവുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നമുക്ക് ഓരോന്നിലേക്കും പോവാം അല്ലേ. ഏറ്റവും ആദ്യത്തേത് സ്നേഹമുള്ള കുടുംബാന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യം, സ്നേഹമില്ലാത്ത കുടുംബാന്തരീക്ഷത്തിൽ മക്കൾ വളരൂലേ? ഇല്ലേ? എല്ലാ പുരയിലും സ്നേഹം വേണമെന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ഇത്രയേറെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഓരോ മനുഷ്യന്മാരും ഓരോ വിധിയിൽ ജനിക്കുന്നവരാണ്. നമ്മളൊക്കെ നമ്മുടെ തീരുമാനപ്രകാരം ജനിക്കുന്നവരല്ല. ഞാൻ എൻ്റെ തീരുമാനപ്രകാരം എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായിക്കൊണ്ട് എടവണ്ണ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ആഗ്രഹിച്ച് ജനിച്ചവളല്ല. അത് തികച്ചും എൻ്റെ വിധിയാണ്. എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി എനിക്ക് നൽകിയ വിധിയാണ് എന്ന് നമുക്ക് പറയാം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ 900 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഈ ഓരോ മനുഷ്യന്മാരും അങ്ങനെയാണ്. നമ്മുടെ തീരുമാനപ്രകാരം നമ്മൾ ആഗ്രഹിച്ച ഉമ്മയുടെയും ഉപ്പയുടെയും മകളായിക്കൊണ്ട് ആ മാതാപിതാക്കളുടെ മക്കളായിക്കൊണ്ട് പിറന്നവരല്ല, അത് ദൈവവിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, എല്ലാം വിധിയാണ്. ആ വിധി ഒരു പക്ഷേ ചിലർക്ക് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതത്തെ നൽകിയേക്കാം. മറ്റു ചിലർക്ക് ഒരു പക്ഷേ കുറച്ചേറെ സങ്കടങ്ങളും ആ സന്തോഷത്തോടൊപ്പം ഇങ്ങനെ ജീവിതത്തിൽ കലർന്നുകൂടിയേക്കാം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ സങ്കടം അല്ലെങ്കിൽ പ്രയാസവും നിറഞ്ഞ അന്തരീക്ഷത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും വളരുന്ന പോലെ മക്കൾ വളരുന്നുണ്ട് ഇല്ലേ. പിന്നെന്താ പ്രത്യേകത? എന്താ ആ പ്രത്യേകതകളിലേക്കാണ് നാം ഇങ്ങനെ കടന്നു വരുന്നത്. നോക്കൂ, ഞാൻ കൗൺസിലിംഗ് ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. ഏകദേശം 6 വർഷമായി എൻ്റെ ക്ലിനിക്ക് ഞാൻ കൗൺസിലിംഗ് സെൻ്ററാക്കി കൂടി മാറ്റിയിട്ട്. ഈ ക്ലിനിക്കിൽ ഈ 6 വർഷമായിട്ട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വരിക. സന്തോഷം പറയാൻ വരുന്നതിനേക്കാളും സങ്കടം പറയാനാണല്ലോ അല്ലേ വരിക അല്ലേ. സന്തോഷം പറഞ്ഞു വരുന്നതിനേക്കാളും ആളുകൾ സങ്കടം പറയാനാണ് വരിക. ഈ സങ്കടമൊക്കെ പറഞ്ഞ് കേട്ട് ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ച് പങ്കുവെച്ച് അതിന് മറുപടികളിലേക്ക് എത്തിച്ചേരുമ്പോൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് വീണുപോയി എന്ന ചോദ്യത്തിന് ആ കാരണം ഇരിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമായി ആ കാരണം ഇങ്ങനെ പോവാറുള്ളത് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലേക്കാണ്, അല്ലെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിലേക്കാണ്. നോക്കൂ, നമ്മുടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആയിക്കോട്ടെ, തെറ്റുകളിലേക്ക്, ഈ പറഞ്ഞ പ്രയാസങ്ങളിലേക്ക്, ഇത്തരം ലഹരികളിലേക്ക് അടിമപ്പെട്ടു പോവാൻ കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുകൂടി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എൻ്റെ കുടുംബം എൻ്റെ ബാധ്യതയാണ്, എൻ്റെ മക്കൾ, എൻ്റെ ഇണ, എൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും എൻ്റെ ബാധ്യതയാണ്. ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അകാരണം കൊണ്ട് അവരാരും നഷ്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ പാടില്ല എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. 1-2 അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടി +2 പഠിക്കുന്ന മോളാണ്. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഛർദിയാണ് അവൾക്ക് പ്രശ്നം. അവളിങ്ങനെ നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദ്ദിക്കുകയാണ്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജസിലും അവളെ കാണിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, USG എടുത്തു, കൊളോണോസ്കോപ്പി ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു, ബയോപ്സി എടുത്തു. പക്ഷെ എല്ലാം നോർമലാണ്. എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നോർമൽ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്.
അവസാനം ഡോക്ടർ പറയാണ്, നിങ്ങൾ മോക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്താൽ മതി, മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി മെഡിക്കൽ കോളേജിലൊന്നും വരേണ്ട കാര്യമല്ല, കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ സംസാരിച്ചു. ആദ്യത്തെ ദിവസം ചർച്ചയിൽ അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൾക്ക് വയറുവേദനയാണ്, ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് ഛർദി വരികയാണ് എന്നതായിരുന്നു അവളുടെ മറുപടി. പക്ഷേ അടുത്ത ദിവസത്തെ സിറ്റിങ്ങിൽ സംസാരത്തിൽ അവൾ ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അവൾ പറയാണ്, 3 വയസ്സ് മുതലുള്ള കാര്യങ്ങളാണ് അവൾക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നത്. ഏകദേശം അവൾക്ക് 3, 3.5, 4 വയസ്സ് പ്രായമാവുന്ന സമയത്ത് അവളുടെ ഉമ്മയും ഉപ്പയും വീട്ടിൽ എപ്പോഴും ബഹളാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവർ തമ്മിലൊരു ചേർച്ചയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 1, 2 ഒക്കെ പറഞ്ഞ് ഉമ്മയും ഉപ്പയും വീട്ടിൽ ബഹളം വയ്ക്കാൻ തുടങ്ങും, കലഹിക്കാൻ തുടങ്ങും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൾ കരയുമായിരുന്നു. അവൾ ഉറക്കെ കരയും. സ്വാഭാവികമാണ്, നമ്മൾ വീട്ടിൽ ശബ്ദം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് പേടിയാവും. അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഉമ്മയും ഉപ്പയെയാണ്, മാതാപിതാക്കളെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ടെൻഷനാവും, കരയും. അങ്ങനെ ഈ മോളും കരയാണ്. അപ്പോൾ ഈ കരയുമ്പോഴൊക്കെ ഉമ്മ എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട്, കുറച്ച് വറ്റിട്ടിട്ട് ആ കുട്ടീനെ ആ ചോറിന് മുൻപിൽ ഇരുത്തി കൊടുക്കും. ആ ഭക്ഷണ പാത്രത്തിന് മുൻപിലിരുത്തും. അങ്ങനെ ഭക്ഷണം കാണുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, ഓരോരോ വറ്റിങ്ങനെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പുറത്തുനിന്ന് ബഹളം കേൾക്കുമ്പോൾ അവൾ വീണ്ടും കരയും, ഉറക്കെ കരയും. പക്ഷെ ഉമ്മ അവളെ മൈൻഡ് ചെയ്യൂല. ഉമ്മയും ഉപ്പയും അവളുടെ അടുത്ത് വന്ന് നോക്കുക പോലും ചെയ്യൂല. അവർ വീണ്ടും അവർ ചർച്ച ചെയ്യുന്ന കാര്യം, അവർ ബഹളം വയ്ക്കുന്ന കാര്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവളിങ്ങനെ കരഞ്ഞു. അവർ ബഹളം വയ്ക്കുകയാണ്, അവൾ കരയാണ്. കരഞ്ഞ് അവൾ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ ഓടി വന്ന് അവളെടുത്തിട്ട് ഉമ്മ തോളിലിട്ട് അവളെ പുന്നാരിച്ചു, അവളെ കെയർ ചെയ്തു. കരയണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം ഇതുപോലെ ആവർത്തിക്കുകയാണ്. അവൾ കരഞ്ഞു, പക്ഷേ ഉമ്മ വന്നില്ല. അവൾക്ക് തോന്നി ഇന്നലെ ഉമ്മ വന്നത് എപ്പോഴാണ്, ഛർദ്ദിച്ചപ്പോഴാണ് അല്ലേ, അപ്പോൾ ഇന്നും ഛർദ്ദിക്കാം. അവൾ എന്ത് ചെയ്തു, അവൾ ഛർദ്ദിച്ചു. ഉമ്മ ഓടി വന്നു, അവളെ പുന്നാരിച്ചു. ഇവിടെ 2 ദിവസത്തെ അനുഭവമാണ്. ഛർദ്ദിച്ചാൽ ഇവർ രണ്ടുപേരും വന്ന് എന്നെ എടുക്കും, എന്നെ പുന്നാരിക്കും, എന്നെ കെയർ ചെയ്യും. ഇവൾ ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കി. വീട്ടിൽ ഉമ്മയും ഉപ്പയും സ്ഥിരം ഏർപ്പാടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളും സ്ഥിരം ഏർപ്പാടാക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ ബഹളം വെക്കുകയാണ്, ചോറ് വെച്ചു കൊടുക്കുകയാണ്, അവൾ കരയാണ്, ഛർദ്ദിക്കുകയാണ്, ഉമ്മയും ഉപ്പയും വന്ന് അവളെ എടുക്കുകയാണ്. ഇത് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ അവൾ തുടർന്നു കൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നു പോവാണ്, അവൾ വളർന്നു വരികയാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ അന്നനാളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോലുണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലേ, ഭക്ഷണം താഴേക്ക് മാത്രമേ പോവുകയുള്ളൂ. കാരണം നമ്മൾ അന്നനാളത്തിൽ പെരിസ്റ്റാൾട്ടിക് എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ്. ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം അങ്ങോട്ടേക്ക് മാത്രമേ പോവുകയുള്ളൂ. അങ്ങോട്ടേക്ക് മാത്രം പറഞ്ഞയത്തക്ക രൂപത്തിലുള്ള വാൾവുകളാണ് നമ്മളെ അന്നനാളത്തിലുള്ളത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി ശരിക്കും ശരീരത്തിനില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഫോറിൻ ബോഡീസൊക്കെ ആമാശയത്തിൽ പെട്ട് കഴിഞ്ഞാലാണ് ഈ വാൾവിൻ്റെ പ്രവർത്തനം, ഈ വാൾവിലൂടെ തലച്ചോറും അതുപോലെ ആമാശയം തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആഹാര പദാർത്ഥങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. അത് ശരിക്കും തലച്ചോറിൻ്റെ ഒരു സിഗ്നൽ വഴി നടക്കേണ്ട പ്രവർത്തനമാണ്. പക്ഷേ ഇവിടെ ഈ കുട്ടി സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ആ അമ്മയുടെയും അച്ഛൻ്റെയും മാതാപിതാക്കളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കിയെടുക്കുന്ന ഛർദിയായിരുന്നു. അങ്ങനെ അവളുടെ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിന് അത് എഫക്റ്റ് ചെയ്യുകയും ഇപ്പോൾ +2 എത്തിയതിന് ശേഷവും ഛർദ്ദിക്കേണ്ടതില്ല എന്ന ബുദ്ധിയിലേക്ക് അവൾ എത്തിയതിന് ശേഷവും എന്ത് സംഭവിച്ചു, ഭക്ഷണം വയറ്റിലേക്ക് എത്തുമ്പോഴത്തേന് അവൾ ഛർദ്ദിക്കുകയാണ്. നോക്കൂ, ഒരുപാടേറെ കിനാവുകളും സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാവും ഈ കുട്ടിയെയും ഉമ്മ പ്രസവിച്ചിട്ടുണ്ടാവുക അല്ലേ. ഈ ഉമ്മയും ഉപ്പയൊക്കെ ബഹളം വെച്ചാലും കലഹിച്ചാലും അവരിങ്ങനെ അവരുടെ ജീവിതം ഒരിക്കലും ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ കടന്നുപോയി എങ്കിലും ഈ മകളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, മകളെക്കുറിച്ച് കിനാവുകൾ കണ്ടിട്ടുണ്ടാവും. മകളെ ആരാക്കണമെന്ന്, മകൾ എങ്ങനെയുള്ള സ്വഭാവക്കാരിയാവണമെന്ന്, മകളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അവർ പലപ്പോഴും ഒരുമിച്ച് തന്നെ കിനാവുകൾ കണ്ടിട്ടുണ്ടാവും.
പക്ഷേ പഠിക്കാൻ മിടുക്കിയായിരുന്ന ആ കുട്ടി ഈ ഒരു സ്വഭാവം കാരണം പഠനത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോവുകയാണ്. ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 10ാം ക്ലാസ്സിൽ ഒരു പേപ്പർ അവൾ തോറ്റു. അതുകൊണ്ട് തന്നെ +2 അവൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ സാധിച്ചില്ല. അവളുടെ വലിയ ആഗ്രഹം അവിടെ കെട്ടുപോവുകയാണ്. +2 എത്തിയപ്പോഴത്തേന് അവളുടെ കൂടെയുള്ള കുട്ടികളിലൊക്കെ 1-2 വർഷം പിറകിലാവുകയാണ് കുട്ടി, ഈ അസുഖം എന്ന് തോന്നിപ്പിക്കുന്ന ഈ സ്വഭാവം കാരണം. നോക്കൂ, ഇവിടെ മൂലകാരണം അന്വേഷിക്കുന്ന സമയത്ത്, ഇതായിരുന്നു അതിന് കാരണമെന്ന് മനസ്സിലാകുന്ന സമയത്ത് ഉള്ളിൽ തോന്നുന്നൊരു വേദന ഉണ്ട് അല്ലേ, ഉള്ളിൽ തോന്നുന്നൊരു കുറ്റബോധമുണ്ട്. ആര് കാരണമാണ്? ആരാണോ ഈ കുഞ്ഞ് ലോകത്തിൽ ഏറ്റവും മികച്ചവളാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അത് മറ്റാരുമല്ല, ആ കുട്ടിയുടെ അധ്യാപകരല്ല, ആ കുട്ടിയുടെ സുഹൃത്തുക്കളല്ല, ആ കുട്ടിയുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പരിചയക്കാരോ ബന്ധുക്കളോ അല്ല, അത് തീർച്ചയായും ഈ മാതാപിതാക്കൾ തന്നെയാണ്. എന്നാൽ അത്രയേറെ കുഞ്ഞ് മികച്ചവനാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ തന്നെ കുഞ്ഞിൻ്റെ അധപ്പതനത്തിന് കാരണമാകുമ്പോൾ, മാതാപിതാക്കൾ മക്കളുടെ സ്വർഗവും നരകവുമാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ സ്വർഗവും നരകവുമാണ്. ഇത് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. ഒരു കുഞ്ഞ് ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് 2 ഘടകമാണ്. അതിൽ ഒന്നാമത്തെ ഘടകം കുഞ്ഞിൻ്റെ പാരമ്പര്യമാണ്, ഹെറിഡിറ്ററിയാണ്. രണ്ടാമത്തെ ഘടകം കുഞ്ഞിൻ്റെ എൻവയോൺമെൻ്റ് ആണ്, കുഞ്ഞിൻ്റെ ചുറ്റുപാടാണ്. നമുക്കറിയാം അല്ലേ, കുഞ്ഞിൻ്റെ പാരമ്പര്യം ആരാ പാരമ്പര്യം? നമ്മൾ കുട്ടി അംഗൻവാടിയിൽ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ട്രോഫിയൊക്കെ വാങ്ങി വന്നാൽ നമ്മൾ എന്താ പറയുക? നോക്കിയാണ് നിങ്ങൾ എൻ്റെ കുട്ടിയാണിത് എന്നല്ലേ, അല്ലേ? മൂപ്പരോട് പറയില്ലേ, നോക്കിയാണ് നിങ്ങൾ എൻ്റെ കുട്ടിയാണിത്. മൂപ്പര് പറയും, നോക്കിയടി എൻ്റെ കുട്ടീനെ കണ്ടോച്ച്. കുരുത്തക്കേട് കാണിച്ച് വന്നാലോ, തച്ച് മറ്റോൻ്റെ നെറ്റി പൊട്ടിച്ച് വന്നെന്ന് വിചാരിക്കുക. നല്ല അടി കൂടിയിട്ടേ മറ്റോൻ്റെ നെറ്റിയൊക്കെ പൊട്ടിച്ച് 3-4 സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ പറയാം, എന്താ നിങ്ങളതല്ലേ? മൂപ്പരെന്താ പറയാ, അൻ്റെതല്ലേ, ജന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന്. അങ്ങനെ ഉണ്ടോ അല്ലേ? നന്മ കാണുമ്പോൾ, കുഞ്ഞുങ്ങളുടെ നന്മ കാണുമ്പോൾ എൻ്റേതാണെന്ന് അവകാശം പറയാനും, തിന്മ കാണുമ്പോൾ നിൻ്റേതാണെന്ന് പറഞ്ഞ് പഴിചാരുവാനും പോലും അവകാശമില്ല എങ്കിൽ ഓർക്കേണ്ടതുണ്ട്, അവകാശമില്ല. കാരണം എൻ്റെ 23 ക്രോമസോം ഞാൻ ആരാവണമെന്ന് തീരുമാനിക്കുന്ന, എൻ്റെ സ്വഭാവം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്ന, ഞാൻ എങ്ങനെയൊക്കെ വളരണമെന്ന് തീരുമാനിക്കുന്ന എൻ്റെ ശരീരത്തിലെ 23 ക്രോമസോമുകൾ എൻ്റെ ഉമ്മയിൽ നിന്ന് എടുക്കപ്പെട്ടവയാണ്. 23 ക്രോമസോമുകൾ എൻ്റെ ഉമ്മയുടേതാണ് എങ്കിൽ ബാക്കി വരുന്ന 23 ക്രോമസോം എൻ്റെ ഉപ്പയിൽ നിന്നും എടുത്തതാണ്. നോക്കൂ, ഉപ്പാക്ക് ഒരെണ്ണം ഏറെ കൊടുത്തോ? ഇല്ല അല്ലേ? വാപ്പയാണ്, വീടിൻ്റെ അധികാരിയാണ്, കുടുംബം പോറ്റാനുള്ള ഉത്തരവാദിത്തം അവനാണ്. വാപ്പ ചോര നീരാക്കിയിട്ടാണ് ഈ സുഖങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് വാപ്പാക്ക് 1 ക്രോമസോം ഏറെ കൊടുക്കാം. ദൈവം വിചാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ദൈവം ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മയാണ്. നേരത്തെ നാം ഇങ്ങനെ എണ്ണി പറഞ്ഞ കണക്കില്ലാത്ത അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവളാണ് ഉമ്മ. അന്നും ഇന്നും എന്നും അവൾ മക്കൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഉമ്മയ്ക്ക് വേണ്ടി, ആ ഉമ്മയിൽ നിന്നും 1 ക്രോമസോം ഏറെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് പാരമ്പര്യം, ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഉമ്മമാരൊത്തുകൂടിയിരിക്കുമ്പോൾ അത്ര തന്നെ ഉപ്പമാരും അത്ര തന്നെ അച്ഛന്മാരും അവിടെ ഉണ്ടാവണമായിരുന്നു. കാരണം 23 നമ്മളതുള്ളൂ അല്ലേ? ബാക്കി 23 ആരുടെയാ? അച്ഛൻ്റെയാണ്. ബാക്കി 23 അവരുടെ കയ്യിലാണ്. ബാക്കി 50% പപ്പാതിയാണ്. അത് നന്മയാണെങ്കിലും പപ്പാതിയാക്കിയിട്ടെടുക്കുക, തിന്മയാണെങ്കിലും കുരുത്തക്കേടാണെങ്കിലും പകുതിയായിട്ട് എടുക്കേണ്ടതുണ്ട്. അതാണ് ഒരു കുഞ്ഞാരാവണമെന്ന് തീരുമാനിക്കുന്നത്. ആദ്യത്തെ 50% ഹെറിഡിറ്ററി ആണ് എങ്കിൽ അടുത്ത 50% ആ കുഞ്ഞിൻ്റെ ചുറ്റുപാടാണ്. ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് ജീവിച്ച് വരുന്ന ആ കുഞ്ഞിൻ്റെ ചുറ്റുപാടാണ്. നോക്കൂ, 7 വയസ്സ് വരെ മാത്രമാണ് കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നത്. ഈ 7-8 വയസ്സിന് ശേഷം കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുക.
ഈ 7 വയസ്സ് വരെ കുഞ്ഞ് എന്തെല്ലാമൊക്കെയാണോ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, അതാണ് കുഞ്ഞിൻ്റെ ഭാവിയെങ്കിൽ 7 വയസ്സ് വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്? അയൽവക്കക്കാരെ? അംഗൻവാടി ടീച്ചറോ? ടീച്ചർമാരെ നിങ്ങൾക്ക് പണി ഇട്ടിരിക്കുന്നു കേട്ടാ. അംഗൻവാടി ടീച്ചറെ കൂടെയാ? ആരുടെ കൂടെയാ? അമ്മയുടെ കൂടെയാണ് അല്ലേ? നമ്മൾ അങ്കണവാടി ടീച്ചർക്കോ അയൽവക്കക്കാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ പണി ഇട്ടുകൊടുക്കാൻ പറ്റൂല. അപ്പണി നമുക്കുള്ളത് തന്നെയാണ്. കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അമ്മയോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ നമ്മളോട് ജാഗ്രത കാണിക്കാൻ പറയുന്നത്. ഈ 7 വയസ്സ് വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എന്നെയും നിങ്ങളെയുമാണ്. നാം എന്താണോ അത് തന്നെയാണ് നമ്മുടെ മക്കളായി തീരുന്നത്. ഇവിടെ ഈ അനുഭവത്തിൽ നിന്നും നാം കാണുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചെറിയ പാകപ്പിഴവുകൾ കാരണം, അവരുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ പിഴവുകൾ കാരണം ഇല്ലാതെയാവുകയാണ്. ഇത് അവൾ അനുഭവിച്ച യാതനയിൽ നിന്നും അവൾ അനുഭവിച്ച പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ കണ്ടെത്തിയ ഒരു ഉപായമായിരുന്നുവെങ്കിൽ ഇതുപോലത്തെ ഒന്നല്ല. അനവധി അനുഭവങ്ങളാണ് ദിവസവും വരാറുള്ളത്. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് അക്ഷരങ്ങളെല്ലാം തല എഴുതിയിട്ടായിരുന്നു. എല്ലാം തല തിരിച്ചെഴുതുകയാണ് അവൾ. കാരണം എന്താ? ഉമ്മയും ഉപ്പയും പിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഒരു കുഞ്ഞ് തലയിൽ മുടിയില്ലാതെ വരികയാണ്. മുടി പറിച്ചെടുക്കുന്നത് എന്തിനാ? മുടി പറിച്ചെടുക്കുന്ന വേദനയിൽ ഉമ്മയും ഉപ്പയും കലഹിക്കുന്ന യാതന, ആ സങ്കടം അവൻ മറക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു സംഭവം അത്ഭുതമാണ്. ഒരു വീട്ടിൽ മോഷണങ്ങൾ നടക്കുക. സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ ഇടയ്ക്കിടെ പലരുടെയും ബാഗിൽ നിന്നും പേഴ്സിൽ നിന്നും അലമാരയിൽ നിന്നും ഒക്കെ വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടുകയാണ്. പൈസ നഷ്ടപ്പെടാറുണ്ടായിരുന്നു, സ്വർണ്ണങ്ങൾ നഷ്ടപ്പെടാറുണ്ടായിരുന്നു, ആഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, മൊബൈൽ ഫോണുകൾ, ഇതൊക്കെ നഷ്ടപ്പെടുന്നതിലല്ല. പക്ഷേ അത്ഭുതം, ഈ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ ആ വീട്ടിലെ തന്നെ മറ്റു പല മെമ്പേഴ്സിൻ്റെയും ബാഗിൽ നിന്നോ അലമാരിൽ നിന്നോ കിട്ടുകയും ചെയ്യും. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു കുടുംബം തകരാൻ ഇതിൽ കൂടുതൽ വേണോ? ഉമ്മാൻ്റെ മാല നഷ്ടപ്പെട്ട് ആ മാല കിട്ടിയത് ചെറിയ മരുമകളുടെ ബാഗിൽ നിന്നാണ്. എൻ്റെ തമ്പുരാനെ, അടിപൊളിയായില്ലേ? എന്നാൽ ഇല്ലേ? ഇല്ല, അടിപൊളിയായി. അതന്നെ. അല്ലെങ്കിൽ തന്നെ കഷ്ടകാലാണോലോ. ആണോ? അമ്മായിമ്മ മരുമകൾ കഷ്ടകാല അല്ല അല്ലേ? എന്ത് സ്നേഹത്തിൽ ജീവിക്കുന്നവരാ ഉറങ്ങാട്ടിരിക്കാരൊക്കെ. ഞങ്ങൾ നിലമ്പൂരാരാണ്. അങ്ങനെ നോക്കൂ. അപ്പോൾ ഉമ്മയുടെ ഈ ഗോൾഡ് ആഭരണം കിട്ടിയത് ചെറിയ മരുമകളുടെ ബാഗിൽ നിന്നാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ മരുമകളുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക. അത് കിട്ടിയത് എവിടെ നിന്നറിയോ? ഭർത്താവിൻ്റെ വാപ്പാൻ്റെ അലമാരൻ്റെ ഉള്ളെന്ന്. ഇതുപോലെ മക്കളുടെ പരസ്പരം ജ്യേഷ്ഠ അനിയന്മാരുടെ എല്ലാവരുടെയും ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാൻ ഇല്ലാതാവുക. അത് മറ്റു പലരുടെയും ബാഗുകളിൽ നിന്നും അലമാരിൽ നിന്നൊക്കെ കിട്ടുകയാണ്. ഇങ്ങനെ ഈ കൗൺസിലിംഗ് ഏകദേശം എനിക്ക് തോന്നണു 2-3 ആഴ്ചയോളം നീണ്ടു നിന്നിട്ടുണ്ടാവും. കാരണം അത്ര ഓരോ ആളുകളെയും നമ്മൾ കൗൺസിൽ ചെയ്യണം അല്ലേ? ഓരോ മനുഷ്യന്മാരെ കൗൺസിൽ ചെയ്ത് ഇതിനുള്ള ഉത്തരം കണ്ടെത്തണം. അങ്ങനെ ഇതാരാണ് ചെയ്തത് എന്ന് ഇന്നും ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാരാണ് ചെയ്തതെന്ന് എന്നും ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. ആ വ്യക്തിക്കും എനിക്കും മാത്രം പഠിച്ചോനും അല്ലേ, നമ്മൾ ദൈവത്തിനും, ഈ 3 വ്യക്തികൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ബന്ധങ്ങൾക്കുള്ളിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടി അതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അറിയാതെ അതിലൊരു സന്തോഷം കിട്ടുമായിരുന്നു. വീട്ടിലെല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇതാര് ചെയ്തതാണ്, ഇത് അങ്ങനെ സംഭവിച്ചതാണ്, എല്ലാവരും ആദിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോൾ, അതൊക്കെ ഇങ്ങനെ കേട്ട് അതെല്ലാം ആസ്വദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഹൃദയം ആ കുട്ടിക്ക് ഉണ്ടായി. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആ കുട്ടിയുടെ വീട്ടിൽ, ആ കുട്ടി ജനിച്ച് വളർന്നിരുന്ന സാഹചര്യത്തിൽ ഉമ്മയും ഉപ്പയും യാതൊരു ഐക്യവുമില്ലാതെ,
ഐക്യമില്ല എന്ന് മാത്രമല്ല, വളരെ വിഷം വമിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളും പ്രവൃത്തികളും ഒക്കെയായിരുന്നു അവർക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടും അനുഭവിച്ചും അവളുടെ മനസ്സ് ഇങ്ങനെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനസ്സായി തീരുകയാണ്. നോക്കൂ, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് പോലും പറഞ്ഞു തരാൻ സാധിക്കുമായിരുന്നില്ല അതിന് കാരണം ഇതാണ് എന്ന്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ അനവധിയാണ് ഓരോ ദിവസവും ക്ലിനിക്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം 90% കാരണവും കുടുംബ ബന്ധങ്ങളാണ്. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ രാഹിത്യമാണ്, അല്ലെങ്കിൽ അമ്മായിയുമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കുറവുകളാണ്, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചയാണ് എന്ന് കേൾക്കുമ്പോൾ നാം അറിയേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആയാലും മക്കൾ വളരൂലേ? മക്കൾ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കീഴടക്കത്തക്ക രൂപത്തിലായി തീരൂലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്നത് തന്നെയാണ് മറുപടി. ഒരിക്കൽ ഒരു മകനും ഭാര്യയും കൂടെ കൗൺസിലിങ്ങിന് വരികയാണ് ക്ലിനിക്കിൽ. അങ്ങനെ മരുമകൾ അമ്മായിയമ്മയെക്കുറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മായിയമ്മ ചെയ്ത ഓരോ കാര്യങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പറയുന്നതിനിടയിൽ മൂപ്പരുടെ മടിയിൽ 4 വയസ്സായ അവരുടെ മോളുണ്ട്. ഈ മോള് പെട്ടെന്ന് ഉമ്മയുടെ വായ പൊത്തി പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ, ഡോക്ടറെ, എൻ്റെ ഉമ്മ പറയണത് ഒക്കെ ഒന്നും വിശ്വസിക്കണ്ടട്ടാ, എൻ്റെ ഉമ്മമ്മ പാവാണ് എന്ന്. എങ്ങനെയുണ്ട്? എൻ്റെ ഉമ്മ പറയുന്നത് എല്ലാം ഒന്നും വിശ്വസിക്കേണ്ട, എൻ്റെ ഉമ്മമ്മ പാവാണ് എന്ന്. അവിടെ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഇങ്ങനെ നർമ്മം തോന്നിപ്പിക്കുന്ന ഉത്തരമാണ് പറഞ്ഞതെങ്കിലും അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. 4 വയസ്സായ കുഞ്ഞാണ്. 4 വയസ്സ് മാത്രമാണ് ആ പൈതലിൻ്റെ പ്രായം. അവളുടെ തലച്ചോറ് ഇനി 3 വർഷം കൂടി മാത്രമേ വളരുകയുള്ളൂ. ആ തലച്ചോറിനുള്ളിലേക്ക് ഇട്ടുകൊടുത്ത വിത്തുകൾ ഈ കോപത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഈർഷ്യയുടെയും ഒക്കെയാണ്. ഈ വിത്തുകളാണ് വളരുന്നത്. ഈ വിത്തുകളാണ് വളർന്ന് വൻ വൃക്ഷങ്ങളായി മാറുന്നത്. ആ വൃക്ഷങ്ങൾക്ക് തണൽ നൽകാൻ സാധിക്കുകയില്ല. ആ വൃക്ഷങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പഴങ്ങളെ നമുക്ക് സമ്മാനിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതുകൊണ്ട് ചിന്തിക്കുക, ഓരോ ബന്ധങ്ങളും ഊഷ്മളമാക്കേണ്ടതുണ്ട്. സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്ക് വേണ്ടി നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരായിത്തീരുന്നത് നാം എന്താണോ അതു തന്നെയാണ്. ഇതുപോലെ ഒരു സദസ്സിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കേണ്ടത്, അല്ലെങ്കിൽ ഇണകൾ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, മുമ്പിലിരിക്കുന്ന ഇച്ചിരി പ്രായമായൊരു ഉമ്മ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറയാ, അല്ല മോളെ, ചട്ടിയും കലമൊക്കെ ആയാൽ ഊർങ്ങാട്ടീരും തട്ടിയും മുട്ടിയും കണ്ട് തന്നെയാ? ആണോ? ഊർങ്ങാട്ടീരിലും തട്ടിയും മുട്ടിയിട്ടും തന്നെയാണോ ഈ ചട്ടിയും കലവും? അവിടെയാണ് നമ്മുടെ പാഠം. നോക്കൂ, അന്ന് ആ വല്യമ്മ എൻ്റെ അടുത്ത് പറയാണ്, ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേന്ന്. ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നാലും വല്യമ്മ 14 മക്കളെ പ്രസവിച്ചില്ലേന്ന്. പ്രസവിച്ചതിലല്ല കാര്യം. പിന്നെ വല്യമ്മ പറയാ, ഈ 14 മക്കളിൽ വലിയ മോന് റിട്ടയേർഡ് തഹസിൽദാറാണ്, എൻ്റെ 2ാമത്തെ മോന് റിട്ടയേർഡ് BDO ആണ്, എൻ്റെ 3ാമത്തെ മോന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളാണ്, എൻ്റെ 4ാമത്തെ മോന് കോളേജ് അധ്യാപകനാണ്, എൻ്റെ 5ാമത്തെ മോന് HM ആണ്. ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. 10-14 എണ്ണത്തിൻ്റെ ഓർത്തെടുക്കണ്ടേ അല്ലേ? ഇത് മറവിയില്ലാതെ മനോഹരമായി മക്കളെ വളർത്തി വലുതാക്കിയ ആ കഥയുണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, ഒറ്റ ശ്വാസത്തിൽ ആ ഉമ്മ എനിക്ക് വിവരിച്ച് പറഞ്ഞു തന്നു. എന്നിട്ട് നിങ്ങൾക്ക് 1, 2 വളർത്താനാണോ ഈ നയിപ്പ് എന്നൊരു ചോദ്യവും. എന്നിട്ട് നിങ്ങൾക്ക് 1, 2 ഒക്കെ വളർത്താനാണോ ഈ പ്രയാസം എന്നൊരു ചോദ്യം കൂടെ ഇങ്ങനെ അങ്ങ് വെച്ച് പോവാണ്. അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ? അവിടെ പറയാനുള്ളത് എന്താണെന്നറിയോ? പണ്ടത്തെ ഈ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ഒക്കെ ഇരുന്നാലും ആ ചട്ടിയിൽ അല്പം വിള്ളലും പൊട്ടലും ഒക്കെ ഉണ്ടായാലും ആ ചട്ടിയിൽ അരി വേവുമായിരുന്നു. ആ അരി കഞ്ഞിയോ ചോറോ ഒക്കെയായി നമ്മുടെ മക്കളുടെ വിശപ്പടക്കുമാറ് വെന്ത് വരുമായിരുന്നു.
മക്കളത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ചട്ടിയും കലവും തട്ടിയും മുട്ടിയിരുന്നാൽ, അതിൽ വിള്ളൽ വന്നാൽ, അതിൽ പൊട്ടലുണ്ട് എങ്കിൽ ആ ചട്ടിയെയും കലത്തെയും നീട്ടി എറിയാനേ പറ്റുള്ളൂ. കാരണം അതിൽ അരി വേവൂല. ആ അരി വേവാനുള്ള അരിയല്ല. നോക്കൂ, അങ്ങനെ തട്ടി മുട്ടിയൊക്കെ ഇരുന്നിട്ടും കല്യാണം കഴിച്ചില്ലേ, മക്കളെ വളർത്തിയില്ലേ, നല്ല ജീവിതമൊക്കെ ഉണ്ടായില്ലേ എന്ന് ആ വല്യമ്മ പറയുമ്പോൾ അവിടെ പറയാനുള്ളത്, അവിടെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഉമ്മ എന്നുള്ളതാ. അല്ലേ? നിങ്ങൾക്കും എനിക്കൊന്നും മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ എങ്ങനെ കലഹിച്ച് ജീവിച്ചാലും, വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിലും, സമാധാനം ഇല്ലെങ്കിലും, 18 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 21 കഴിഞ്ഞാൽ, പഠനം കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന മനോഹരമായ അടുത്ത ഒരു അവസ്ഥയിലേക്ക് കാലെടുത്ത് വെക്കുക എന്നത് മാത്രമായിരുന്നു നമുക്ക് മുൻപിലുണ്ടായിരുന്ന ഓപ്ഷൻ. ഇപ്പം അങ്ങനെയാണോ? തട്ടിയും മുട്ടിയും വിള്ളൽ വന്ന് പൊട്ടിക്കിടക്കണ ഈ ചട്ടീനെയും കലത്തിനെയും കണ്ടാൽ ആ ചട്ടിയും കലവും ഉള്ള ഒരു ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാൻ മുൻപിൽ ഒരുപാട് മറ്റനേകം ആനന്ദങ്ങളുണ്ട്. വിവാഹം കൂടാതെയുള്ള അനേകമായിരം ആനന്ദങ്ങൾ, ലഹരികൾ മുൻപിലുണ്ട്. എന്തിന് കല്യാണം കഴിക്കണം? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എൻ്റെ ഉമ്മുമ്മ എടവണ്ണ ജമീല ടീച്ചർ എഴുതിയ 15 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ്. ഇങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ് നിൽക്കണ്, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ്, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയിൽ പാടണ്, താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ്. ഈ വരികൾ മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത, സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി അവളുടെ യാതനകൾ പാടുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, 15 വർഷങ്ങൾക്ക് മുൻപേ ഈ വരികൾ ആസ്വദിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ന്യൂ ജനറേഷൻ മക്കളുടെ മുൻപിൽ വെച്ച് ഞാൻ ഈ വരികൾ പാടിയാൽ ആർക്കും ആസ്വദിക്കാൻ കഴിയൂല. കാരണം ഇതിൻ്റെ അവസാന വരികൾ എന്താ? താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണു. ആർക്കാണിയാളെ താമരപ്പൂമാരനെ വേണ്ടത്? ആർക്ക് വേണം താമരപ്പൂമാരനെ? കാരണം നമുക്ക് മുൻപിൽ ഓപ്ഷൻസ് ഉണ്ട്. അതെന്തിൻ്റെ? ലിവിങ് ടുഗദറിൻ്റെയാണ്, അത് ഡേറ്റിങ്ങിൻ്റെയാണ്, അത് ലെസ്ബിയനിസത്തിൻ്റെയാണ്, അത് ഗേയിസത്തിൻ്റെയാണ്, അത് ഹോമോസെക്ഷുവാലിറ്റിയുടേതാണ്, അത് സിഗ്മയുടേതാണ്, അത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടേതാണ്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്തിനാ കല്യാണം കഴിക്കണത്? എന്തിനാ കുടുംബം? ക്ലിനിക്കിൽ കുട്ടികൾ വന്ന് ചോദിക്കണത്, എന്തിനാ ഡോക്ടറെ വേലിയമ്മ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിലിടുന്നത് എന്ന്, എന്തിനാണ് വയ്യാവേലി എടുത്ത് തലയിലേറ്റണത് എന്ന്. അപ്പോൾ വിവാഹം അനിവാര്യമല്ലേ മോളെ? കുടുംബജീവിതം നമുക്കൊക്കെ അഭിവാജ്യ ഘടകമല്ലേ? അത് വേണം. മനുഷ്യ സഹജമായ വികാരങ്ങളുടെ സൂക്ഷിപ്പിന് അത് നിർബന്ധമാണ്. അത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ അവർ പറയുക, എന്നിട്ടാ എന്നു രാത്രിൻ്റെ ഉമ്മ അടുക്കളയിൽ നിന്ന് കരയൽ, എന്നിട്ടാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ച അന്ന് മുതൽ സമാധാനം ഉപ്പ അനുഭവിച്ചിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറയണത്. എന്തിനാ ഡോക്ടറെ? കാരണം ലിവിങ് ടുഗദർ ഉണ്ട്, അവിടെ ബാധ്യതകളില്ല, അവിടെ ബാധ്യതകൾ വേണ്ട. ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മൂല്യബോധങ്ങളുടെയോ യാതൊരു അതിർവരമ്പുകളും അവിടെ ഇല്ല. അവിടെ ഇഷ്ടമുള്ള ആളുകളെ ബാധ്യതകളില്ലാതെ കുറച്ച് ദിവസത്തിന് മാത്രം കൊണ്ടടക്കാം, അല്ലേ? അതാണ് ലിവിങ് ടുഗദർ. 2-3 മാസത്തിൻ്റെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് ടാറ്റാ പറഞ്ഞ് മടങ്ങിപ്പോരാം, ഇല്ലേ? ഇനി അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡേറ്റിംഗ്. എന്താ? കുറച്ച് ദിവസം 1-2 ആഴ്ച മാത്രം പ്രേമിച്ച് നടന്നാൽ മതി. അത് കഴിഞ്ഞാൽ അടുത്തയാളെ അതിനേക്കാൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ മറ്റാളുകളെ തിരഞ്ഞ് നമുക്ക് പോവാം. അതാണ് ഡേറ്റിംഗ്. അല്ലെങ്കിൽ ലെസ്ബിയനിസം, ഹോമോസെക്ഷുവാലിറ്റി, ബൈസെക്ഷുവാലിറ്റി, പെണ്ണിനും പരസ്പരം കല്യാണം കഴിക്കാം, ആണിനും പരസ്പരം കല്യാണം കഴിക്കാം. പ്രിയരെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും ഉമ്മമാരാണ്, നമ്മൾ അമ്മമാരാണ്. നമ്മുടെ മക്കൾ വളരുന്നത് ഈ സമൂഹത്തിലാണ്.
എന്താണ് ലെസ്ബിയനിസം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും നിനക്ക് അങ്ങനെ ആയിക്കൂടെ എന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് മക്കളുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന കാലഘട്ടമാണ്. എത്ര കേസുകളാണെന്നറിയോ വരാറുള്ളത്? എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ വരാറുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊന്നും അല്ല. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ പറയാണ് എനിക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ മതി, ആൺകുട്ടികൾ പറയാണ് എനിക്ക് ആൺകുട്ടി വിവാഹം കഴിച്ചാൽ മതി. സഹിക്കോ? ഒരു ഉമ്മാക്ക് സഹിക്കോ? ഏതെങ്കിലും വാപ്പമാർക്ക് സഹിക്കുമോ? നമ്മുടെ ആഗ്രഹമാണല്ലേ. അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പെൺകുട്ടിക്ക് പെൺകുട്ടിയോടോ ആൺകുട്ടിക്ക് ആൺകുട്ടിയോടോ ഇഷ്ടം തോന്നുന്ന ഒരു ചിന്തയോ ഒരു ഹോർമോണോ ഒരു ക്രോമസോമോ ഇതുവരെ ഒരു മെഡിക്കൽ സയൻസും കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു മാനസിക രോഗമാണ്. അത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ SDM എന്ന് പറയുന്ന സൈക്യാട്രിക് ഡിസീസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഒരു അസുഖമാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന. ഈ ജെൻഡർ ഡിസ്ഫോറിയ ഒരു അസുഖമല്ല എന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തിരിക്കുന്നു നമ്മുടെ കാലഘട്ടം, നമ്മുടെ സമൂഹം, നമ്മുടെ ഭരണഘടന. ചിന്തിക്കണമല്ലേ, നമ്മുടെ മക്കൾ, നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ആ രൂപത്തിലായിത്തീരുമ്പോഴേ നമ്മൾ ആ വേദന അനുഭവിക്കുകയുള്ളൂ. നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. മക്കളുടെ ചിന്തകൾ, അവരുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആണ്. അതുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും, അവർക്ക് നല്ല ആഹാരം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കൊടുക്കും. അതുപോലെ അവരുടെ മാനസികാരോഗ്യവും പ്രാധാന്യമുള്ളതാണ്. ആ മനസ്സിൻ്റെ ചിന്തകൾ, എൻ്റെ കുഞ്ഞ് എന്തെല്ലാം ചിന്തിക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ നടപ്പും മട്ടും ഭാവവും എങ്ങനെയെല്ലാം ആയിത്തീരുന്നു, അവൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് മനസ്സിലാവണം. മക്കളുടെ ചിന്തകൾ മാറുമ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, നമുക്ക് മുൻപിൽ അവരത് പ്രകടിപ്പിക്കണമെങ്കിൽ, നമ്മളോടത് പങ്കുവെക്കണമെങ്കിൽ സന്തോഷവും സ്നേഹവും സംതൃപ്തിയുമുള്ള കുടുംബാന്തരീക്ഷം വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കണം. അത് മക്കൾ ആസ്വദിക്കണം. എങ്കിൽ മാത്രമേ അവർക്കിത് നമ്മോട് പങ്കുവയ്ക്കുവാനും അതിനുള്ള പരിഹാരമാർഗം നമ്മളോട് അന്വേഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് സ്നേഹമുള്ള കുടുംബാന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിന്തിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അത് തന്നെയാണ്. നിങ്ങൾ ഇണകളാക്കപ്പെട്ടത് പരസ്പരം സ്നേഹിക്കുവാനും ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഹിന്ദു മിത്തോളജി പറയുന്നുണ്ട്, ലക്ഷ്മി ദേവി ഒരിക്കൽ ശ്രീകൃഷ്ണന് കുടിക്കാൻ വേണ്ടി തിളച്ച പാല് നൽകുകയാണ്. ശ്രീകൃഷ്ണൻ ഉരുകിയില്ലാതെയാവുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധയും അവിടെ ഉരുകിയില്ലാതെയാവുന്നു എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള പ്രണയമാണ്, സ്നേഹമാണ് അവിടെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. യേശു ക്രിസ്തു താൻ സ്നേഹിക്കുന്ന, തൻ്റെ ഏറ്റവും കൂടുതൽ താൻ സ്നേഹിക്കുന്നത് തൻ്റെ ചർച്ചിനെയാണ്. അതുപോലെ ഇണകൾ പരസ്പരം സ്നേഹിക്കുമാറാവട്ടെ എന്ന് പരിശുദ്ധ ബൈബിൾ നമ്മെ ഉണർത്തുമ്പോൾ, എല്ലാ മതങ്ങളും എല്ലാ ശാസ്ത്രവും എല്ലാം നമ്മളോട് ഉണർത്തുന്നത് സ്നേഹിക്കുവാനാണ്. ആ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കളിൽ കാണിച്ചു കൊടുക്കുവാനാണ്. 3 ക്യാമറയ്ക്ക് മുൻപിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾ വിചാരിക്കണം ഇവിടെ ഒരു ക്യാമറയല്ലേ ഉള്ളൂ എന്ന്. അല്ലേ? ഈ ക്യാമറ ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ തിരിയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കും, ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കും, മൊഞ്ചല്ലേന്ന്, ഇല്ലേ? തട്ടൊക്കെ ഒന്ന് ശരിയാക്കും നമ്മൾ, അല്ലെങ്കിൽ പൊട്ടൊക്കെ ഒന്ന് ശരിയായ ഭാഗത്തല്ലേ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് മൊഞ്ചാക്കി മാറ്റും മുഖം. കാരണം എന്താ? വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോ നാളെ ചിലപ്പോൾ ഊർങ്ങാട്ടീരിൻ്റെ ഗ്രൂപ്പിൽ വരും, അങ്കണവാടി ഗ്രൂപ്പിൽ ആ വീഡിയോ വരും. ആ വീഡിയോ വരുമ്പോൾ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കൂല്ലേ? അത് നമ്മളൊരു പ്രത്യേകത അല്ലേ? ഫോട്ടോ കിട്ടുമ്പോൾ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കും. ഞാൻ ഓക്കെ ആണോ? നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? ഫോർവേഡിങ്. നെക്സ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യും. അടുത്തിരിക്കുന്ന ആളെ കോലം ചിലപ്പോൾ നോക്കാനും കൂടി പറ്റാത്ത കോലീകാരം, അത് നമ്മൾ നോക്കുമോ? ഇല്ല. അത് നമ്മൾ അങ്ങനെയാണ്, നമ്മളെ മാത്രം നോക്കിയാൽ ഇത് നല്ല ഫോട്ടോ, ഇത് തന്നെ നിങ്ങൾ ഫ്രെയിം ചെയ്താൽ മതി എന്ന് പറയും. അതുപോലെ ഈ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ അതിൽ മൊഞ്ചല്ലാത്ത വല്ലതുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. എന്താ? എഡിറ്റ് ചെയ്യാം. എന്തോരം എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് എന്തോരുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോ നിഷ്പ്രയാസം എഡിറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ 3 ക്യാമറയ്ക്ക് മുമ്പിൽ ജീവിക്കുന്ന ആളാ. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും LKG പഠിക്കുന്ന ഒരു ക്യാമറയും. എൻ്റെ മക്കളെ, ഈ 3 ക്യാമറകളും എന്നെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, എന്നെ അവർ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, ഞാൻ കേൾക്കുന്നത്, ഇതെല്ലാം എൻ്റെ മക്കൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ആ വീഡിയോകളെല്ലാം എൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും.
അത് അവരുടെ ജീവിതത്തിലൂടെ എൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. പക്ഷേ ആ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും, എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അത് മൊഞ്ചല്ല എങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഫുൾ എഡിറ്റ് ചെയ്ത് നല്ലൊരു വേർഷനായിട്ട് റെക്കോർഡ് ചെയ്യാൻ കൊടുക്കുക. ഫുൾ ഫോർമാറ്റ് ചെയ്ത് ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതമാക്കിക്കൊണ്ട് മക്കൾക്ക് റെക്കോർഡ് ചെയ്യാൻ മുന്നിൽ വെച്ച് കൊടുക്കുക, മുന്നിൽ അനുഭവിപ്പിച്ച് കൊടുക്കുക എന്നതാവണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട പാഠങ്ങൾ. മാതാപിതാക്കൾ വന്നിട്ട് മക്കൾക്ക് മുൻപിൽ കാലിൽ വീണ് കരയാണ് ഓരോ ദിവസവും. ക്ലിനിക്കിൽ ഞാൻ കാണുന്ന അനുഭവങ്ങളാണ്. പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കും, അവർ യാതൊരു അനക്കവും ഇല്ലാതെ മനസ്സിൻ്റെ കോണിൽ നിന്നും ഒരു കാരുണ്യം പോലും ഈ മാതാപിതാക്കളോട് തോന്നാതെ, ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിൽ നിന്നും പൊടിയാതെ കല്ലായിട്ടിരിക്കും അവർ മുൻപിൽ. ഉമ്മയും ഉപ്പയും കാലിൽ വീണ് കരയുന്നുണ്ടാവും. ഉമ്മയും ഉപ്പയും കാലിൽ വീണ് കരയുന്നുണ്ടാവും, പൊന്നുമോളെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. കാണാത്ത ഭാവത്തിൽ, കേൾക്കാത്ത ഭാവത്തിൽ എന്നിട്ടും മക്കൾ ഇങ്ങനെ തുടരുന്നുവെങ്കിൽ നാം ഓർക്കേണ്ടതുണ്ട്, അവർ കണ്ടിരുന്ന, അവരനുഭവിച്ചിരുന്നൊരു സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ തിന്മകളിലേക്ക് പോവുമ്പോൾ അവരോർക്കും, എൻ്റെ ഉമ്മയുടെ, എൻ്റെ ഉപ്പയുടെ മുഖം, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ ആ സ്നേഹം മാത്രം പകർന്നു നൽകിയ ആ മുഖം കുറ്റബോധത്തിൻ്റെ ആഴത്തിലും അർത്ഥത്തിലും അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതാണ് നമ്മുടെ ബാധ്യത. സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണ്, ആണും പെണ്ണുമാണ്, പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാവും. ഒരുപക്ഷെ ഇണക്കത്തോടൊപ്പം പിണക്കവും ഉണ്ടായേക്കാം. പക്ഷെ പിണക്കങ്ങൾ നമ്മുടെ സ്വകാര്യതകളിൽ ഒതുക്കുക, ഇണക്കങ്ങൾ മക്കളിലേക്ക് കൂടി, അവരിലേക്ക് കൂടി എത്തിക്കുക. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്ക് നൽകുക. അവർക്ക് എന്തും വന്ന് പറയുവാനും പങ്കുവയ്ക്കുവാനുമുള്ള സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുക. വിദ്യാഭ്യാസം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള വിദ്യാഭ്യാസം, അതേതറ്റം വരെ പോയിട്ടാണെങ്കിലും മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ഈ രൂപത്തിൽ സ്നേഹത്തോടെ മക്കളെ വളർത്തിയോ ആ പട്ടം, അവരുടെ വിജയം കരസ്ഥമാക്കുവാൻ ആകാശമുട്ടേ പറന്നുയരട്ടെ. ആ പട്ടത്തിൻ്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കും. ലോകത്തിൻ്റെ ഏതറ്റങ്ങളിൽ പോയി അവർ വിദ്യാഭ്യസിച്ചാലും എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ കുടുംബം എന്ന ബോധം, ആ സ്നേഹം അവർക്കുള്ളിൽ അപ്പോഴും അവശേഷിക്കുന്നുണ്ടാവും. ആ അറ്റം, ആ പട്ടത്തിൻ്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാണ് എങ്കിൽ സൂക്ഷിക്കുക. നന്മ നൽകേണ്ടത്, ധാർമ്മികത നൽകേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും അവരിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന, അവരിങ്ങനെ മാതൃകകളാക്കിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ധാർമ്മികത നിറഞ്ഞവരാണോ? പരസ്പരം വിദ്വേഷവും പകയുമില്ലാതെ പരസ്പരം ഇണങ്ങിയും സ്നേഹിച്ചും മാത്രം ജീവിക്കുന്നവരാണോ? എങ്കിൽ നമ്മുടെ മക്കളും ആ രൂപത്തിലുള്ളൊരു സമൂഹമായി തീരുക തന്നെ ചെയ്യും. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. മക്കൾ ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം കൺകുളിർമയേകുന്ന, നമ്മുടെ കണ്ണിന് കുളിരേകുന്ന മക്കളായി വളരുമാറാവട്ടെ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, ഇതൊക്കെ നമുക്ക് അലങ്കാരമാണ്, അല്ലേ? അലങ്കാരമാണ്. തോരണങ്ങൾ തൂക്കിയതുപോലെ ഇവിടെ തോരണങ്ങൾ, ഈ ബൾബുകളൊക്കെ ഇവിടെ അലങ്കാരമാണ്, അല്ലേ? ആ ബൾബുകളില്ലെങ്കിലും ഇവിടെ വെളിച്ചം ഉണ്ടാവും, പക്ഷെ അത് അലങ്കാരമാണ്. ആ അലങ്കാരം ഒരിക്കലും അലങ്കോലമായി മാറാൻ പാടില്ല. നമ്മുടെ മക്കൾ അലങ്കോലമായി മാറാതെ എന്നും നമുക്ക് അലങ്കാരം തന്നെയായി അവശേഷിക്കുവാൻ, അവർക്ക് അതിനുചിതമായ ജീവിത രീതി, ജീവിതാനുഭവങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ നിങ്ങൾക്കും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മക്കൾ, നാളെ അവരെ ഓർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും പകർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.